ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ്. സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 124 to 147 deals the Supreme Court of India. അതുപോലെ സുപ്രീം കോടതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സുപ്രീം കോടതി നിലവിൽ വന്ന ഒന്നാണ് 1950 ജനുവരി 26 സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1950 ജനുവരി 26. 1950 ജനുവരി 26 സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതി എവിടെ സ്ഥിതി ചെയ്യുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. സുപ്രീം കോർട്ട് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അതുപോലെ സുപ്രീം കോടതിയെക്കുറിച്ച് പറയുമ്പോൾ, സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ കോടതികളുടെ കോടതി എന്നറിയപ്പെടുന്നു സുപ്രീം കോടതി. സുപ്രീം കോടതി ഈസ് നോൺ ആസ് കോർട്ട് ഓഫ് കോർട്സ്, അതായത് കോടതികളുടെ കോടതി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു റെക്കോർഡുകളുടെ കോടതി. സുപ്രീം കോടതി ഈസ് ഓൾസോ നോൺ ആസ് കോർട്ട് ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡുകളുടെ കോടതി എന്നും സുപ്രീം കോടതി അറിയപ്പെടുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ സുപ്രീം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോടതി. കേട്ടോ, വാച്ച് ഡോഗ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആൻസർ സുപ്രീം കോർട്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകരാരാണ്? സുപ്രീം കോടതിയാണ്. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആൻസർ സുപ്രീം കോർട്ട്. അതുപോലെ സുപ്രീം കോടതിയെക്കുറിച്ച് പറയുമ്പോൾ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാഷ്ട്രപതിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റാണ്. അതുപോലെ പറയുകയാണെങ്കിൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ്. റിട്ടയർമെന്റ് ഏജ് ഓഫ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്, ആൻസർ 65 years. അതുപോലെ പറയുകയാണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയയാണ്. ഹരിലാൽ ജെ കനിയ വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. അതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ is the first Malayali Chief Justice of Supreme Court. Justice KG Balakrishnan was the first Malayali Chief Justice of Supreme Court. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ, സുപ്രീം കോടതിയുടെ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവി വാസ് ദ ഫസ്റ്റ് വുമൻ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയില്ല ഫാത്തിമ ബീവി. ചീഫ് ജസ്റ്റിസ് ആയില്ല അവര്. ചീഫ് ജസ്റ്റിസ് ആയില്ല ഫാത്തിമ ബീവി. ആരായിരുന്നു? സുപ്രീം കോടതിയുടെ ജഡ്ജിയാണ്. സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവി വാസ് ദ ഫസ്റ്റ് മലയാളി വുമൻ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അതുപോലെ ഫസ്റ്റ് വുമൻ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, ആൻസർ എന്താണ്? ഫാത്തിമ ബീവിയാണ്. ഫസ്റ്റ് വുമൻ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? ഫാത്തിമ ബീവി. ഫസ്റ്റ് മലയാളി വുമൻ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? ഫാത്തിമ ബീവിയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഈസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഈസ് ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്.
അദ്ദേഹം 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ് കേട്ടോ. 52th ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. ആൻസർ എന്താണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ വന്നത്. മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും കാണാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ്. ഇത് പരീക്ഷകൾക്കൊക്കെ എന്താണ് ഉപകാരപ്പെടുന്നതാണ്.